ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം ഇപ്രകാരം പറയുക: നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനാകണം. നിന്നെ എത്രമാത്രം ദൈവം ഉയർത്തിയോ അത്രമാത്രം നീ താഴേക്ക് ഇറങ്ങി വന്ന എളിയവൻ്റെ ദാസൻ്റെ രൂപം നീ സ്വീകരിക്കണം. നീ ദാസനായി മാറണം. മറ്റുള്ളവൻ്റെ സേവ ചെയ്യുന്നവനായി നീ മാറണം. ദാസ്യവേല ചെയ്യുന്നവനായി നീ മാറണം. അപ്പോൾ മാത്രമാണ് ദൈവം ഉയർത്തിയതിന് ഒരു ഫലം നമുക്കുണ്ടാകത്തുള്ളൂ. ഒരുവനെ ഉയർത്തുന്നതും ഒരുവനെ താഴ്ത്തുന്നതും ദൈവമാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ഉയരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച വ്യക്തികൾ കാണും, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ കാണും, അതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചവർ കാണും. നമ്മുടെ ഉയർച്ചയ്ക്ക് നമുക്കൊരു ഭവനം ലഭിക്കാൻ വേണ്ടി, നമുക്കൊരു ജോലി ലഭിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ സമാധാനം ലഭിക്കാൻ വേണ്ടി, നമ്മുടെ മക്കൾ നേർവഴിയിലേക്ക് വരാൻ വേണ്ടി ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും, നിനക്കൊന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിച്ചു നിന്നെ ദൈവം ഉന്നതമായ നിലയിലെത്തിക്കുമ്പോഴും നിന്നെ സഹായിച്ചവരെയും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെയും നീ ഒരിക്കലും മറക്കരുത്. ഒരു തൈ നട്ട് അത് വളർന്ന് വലിയൊരു പടവൃക്ഷം പോലെ വളർന്ന് അതിന് വലിയ തടിയായി, അതിന് വലിയ ശിഖരങ്ങളൊക്കെയായി, അത് വലിയ ആകാശം മുട്ടോളം ഉയർന്നാലും ആ മരം എത്രമാത്രം ആകാശത്തോളം ഉയരുന്നുവോ, എത്രമാത്രം ശിഖരങ്ങൾ അതിന് പടർന്ന് പന്തലിക്കുന്നുവോ, പക്ഷെ അതിൻ്റെ പിന്നെ ഒരു ത്യാഗമുണ്ട്. ഈ പുറമേ കാണുന്ന തടിയും പുറമേ കാണുന്ന ശിഖരങ്ങളും പുറമേ കാണുന്ന ഇലകളും അല്ല അതിനെ താങ്ങി നിർത്തുന്നത്. അതിൻ്റെ വേര് താഴേക്ക് ഇറങ്ങിച്ചെന്ന് വെള്ളവും ലവണങ്ങളൊക്കെ പിടിച്ചെടുത്ത് എന്നെങ്കിൽ മാത്രമേ ഈ തടിയും ശിഖരങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാകത്തുള്ളൂ. അതുപോലെ ആണ് സഹോദരങ്ങളെ, നമ്മളെ ഉയർത്തുന്ന ദൈവം. നമ്മളെ എത്രമാത്രം ഉയർത്തിയാലും, നമ്മൾ സമ്പന്നതയിൽ ഉയർത്തിയാലും, നമ്മൾ ആത്മീയതയിൽ ഉയർത്തിയാലും, നമ്മളെ വളർത്തിയതും നട്ടതുമായ ക്രിസ്തുവിനെ നമ്മൾ മറന്നു പോകരുത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നീ ഒരിക്കലും വ്യതിചലിക്കരുത്. ദൈവമായ യേശു കർത്താവ് സകലത്തിൻ്റെയും ഉടയവനായ ദൈവമാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവും നേതാക്കന്മാരുടെ നേതാവുമായ ദൈവം. അവൻ സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മീൻപിടുത്തക്കാരനായ പത്രോസിൻ്റെ പാദങ്ങൾ കഴുകിയിട്ട് പറഞ്ഞു, നിങ്ങളും ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു. പത്രോസ് തടസ്സവാദങ്ങൾ പറഞ്ഞു, നീ എൻ്റെ കാല് കഴുകണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയതുപോലെ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, പരസ്പരം വിനയപ്പെടണം, പരസ്പരം എളിമപ്പെടണം. നീ താഴേക്ക് ഇറങ്ങി വരണം. നിന്നെ എത്രമാത്രം ഉയർത്തിയാലും എളിയവൻ്റെ കൂടെ നീ ഇരിക്കണം. ഇതാണ് യേശു മാതൃക കാണിച്ചത്. അന്ന് പത്രോസിൻ്റെ പാദങ്ങൾ കഴുകി. യേശുവിൻ്റെ സ്നേഹം നമ്മൾ നോക്കണം. യേശു പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ യേശു അത് പറയുകയല്ല, കാണിച്ചു തന്നു. തൻ്റെ ജനത്തെ, തൻ്റെ മക്കളെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, ലോകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവൻ ബലിയായി നൽകി നമ്മൾ വീണ്ടെടുത്തു. അത്രമാത്രം തൻ്റെ വചനം എത്രമാത്രം പറയുന്നോ അത്രമാത്രം യേശു അത് പാലിച്ചു. തൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയെടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞിട്ട് തൻ്റെ ജീവൻ ബലി കൊടുത്തിട്ട് നമ്മളെ വീണ്ടെടുത്തവനായ ക്രിസ്തു പറയുക, നിനക്ക് എല്ലാം ഉണ്ടായിരിക്കാം, എല്ലാ കൃപകളും ഉണ്ടാകാം, എല്ലാ വരങ്ങളും ഉണ്ടാകാം, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകാം, നിനക്ക് ലോകത്തിൽ അനേക ഉന്നതന്മാരുമായിട്ട് ബന്ധങ്ങളുണ്ടാകാം, പക്ഷേ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. 1 കൊറിന്ത്യസ് 13:2 എനിക്ക് പ്രവചനവരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങൾ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? സ്നേഹമാണ്. സ്നേഹത്തിലായിരിക്കണം എല്ലാം ചെയ്യണം. നിനക്ക് പ്രവചനപരമുണ്ട്, ദർശനമുണ്ട്, മനുഷ്യനെ ഉയർപ്പിക്കാനുള്ള കൃപയുണ്ട്, സകലതും ഗ്രഹിക്കാനുള്ള കൃപയുണ്ട്, സകലത്തിനും എല്ലാം നിൻ്റെ അറിവിലൂടെയാണ് എല്ലാം നടക്കുന്നത്. നിനക്ക് എല്ലാത്തിനെയും ജ്ഞാനവും വിവേകവും വിജ്ഞാനവും ഉണ്ടായാലും
സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ് സഹോദരങ്ങളെ. അപ്പോൾ നമ്മൾ എത്രമാത്രം ഉന്നതനായാലും ആ സ്നേഹത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത്. ക്രിസ്തു നൽകിയ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പിന്മാറ്റക്കാരായി മാറിപ്പോകരുത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഗലാത്യർ 5:22 ആത്മീയ ഫലങ്ങളെക്കുറിച്ച് കർത്താവ് പറയുക. ആത്മീയ ഫലങ്ങൾ 9 എണ്ണമാണുള്ളത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. 9 ഫലങ്ങളുണ്ട്. 9 ഫലങ്ങളിൽ ഒന്നാമത്തത് സ്നേഹമാണ്. അപ്പോൾ ഒന്നാമത്തെ സ്നേഹമാണ്. 2 ആനന്ദം, 3 സമാധാനം, 4 ക്ഷമ, 5 ദയ, 6 നന്മ, 7 വിശ്വസ്തത, 8 സൗമ്യത, 9 ആത്മസംയോജനം. അപ്പോൾ ഈ 9 ഫലങ്ങളിൽ ഒരു മനുഷ്യന്, ഒരു ആത്മീയന് ഉണ്ടാകേണ്ട 9 ഫലങ്ങളാണ് ഈ പറയുന്നത്. ഈ 9 ഫലങ്ങളുടെ അടിസ്ഥാനം ഒന്നാമത്തിൽ നിൽക്കുകയാണ്, സ്നേഹത്തിൽ നിൽക്കുക. അതൊരു വലിയ പടവൃക്ഷമാണ്. അതിൻ്റെ ശിഖരങ്ങളാണ് മറ്റുള്ളത് 2 തുടങ്ങിയിട്ടുള്ളത് 9 അതിൻ്റെ ഭാഗങ്ങളാണ്, അതിൻ്റെ ശിഖരങ്ങളാണ്. ഈ സ്നേഹമെന്ന അടിസ്ഥാനത്തിലാണ് എല്ലാം നിലനിൽക്കുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സ്നേഹമാണ് അടിസ്ഥാനം. ആ സ്നേഹമെന്ന പടവൃക്ഷത്തിൻ്റെ ശിഖരങ്ങളാണ് മറ്റുള്ള ഓരോന്നും. അപ്പോൾ സ്നേഹമെന്ന അടിസ്ഥാനത്തിലാണ് ഓരോന്നും പണിയപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു സ്നേഹമായിരുന്നു. ആ സ്നേഹിതനായ യേശു പറയുക, നിങ്ങൾക്ക് ആ സ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹമുണ്ടെങ്കിൽ ആ 9 ഫലങ്ങളിൽ ഒന്നാമത് സ്നേഹമാണ്. ആ സ്നേഹമുണ്ടെങ്കിലേ നിനക്ക് ആനന്ദമുണ്ടാകത്തുള്ളൂ. ആ സ്നേഹമുള്ളിടത്ത് സമാധാനമുണ്ടാകത്തുള്ളൂ. സ്നേഹമുണ്ടെങ്കിലേ നിനക്ക് ക്ഷമിക്കാൻ കഴിയത്തുള്ളൂ. സ്നേഹമുണ്ടെങ്കിലേ നിനക്ക് മറ്റുള്ളൊരു ദയ കാണിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹമുണ്ടെങ്കിലേ നിനക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. സ്നേഹമുള്ളിടത്തെ വിശ്വസ്തതയുള്ളൂ. സ്നേഹമുള്ളിടത്തെ സൗമ്യതയുള്ളൂ. സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാം ആത്മസംയോജനം പാലിക്കാൻ പറ്റത്തുള്ളൂ. സ്നേഹമുള്ളിടത്തെ ആത്മസംയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ 9 ഫലങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ എല്ലാം ആയിരിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശുശ്രൂഷകരോട് പറയുക, ശുശ്രൂഷകരായ മക്കളോട് പറയുക, നിനക്ക് പ്രവചനം ഉണ്ടായിരിക്കുകയും സകല വിജ്ഞാനം ഉണ്ടായിരിക്കുകയും നിനക്ക് മലകളെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടായിരിക്കുകയും നിനക്ക് എല്ലാ കൃപകളും ഉണ്ടായിരിക്കുകയും ചെയ്താലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് കർത്താവ് പറയുക. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ്. അപ്പോൾ നീ സ്നേഹം എവിടെ നിന്ന് വരുന്നു? അത് ക്രിസ്തുവിൽ നിന്ന് വരുന്നു. ഈ ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെയാണ്, കർത്താവിൻ്റെ വചനത്തിലൂടെയാണ് നമ്മൾ ഇതൊക്കെ പരിശീലിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം എന്തിനു വേണ്ടിയിട്ടാണ്? സ്നേഹത്തിൻ്റെ വചനം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ വചനങ്ങൾ ദൈവം തരുന്നത്? ഈ സ്നേഹിതനായ ദൈവം യേശു ഈ വചനങ്ങളെല്ലാം, പ്രബോധനങ്ങളെല്ലാം നമുക്ക് തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം തിരുവചനം പറഞ്ഞു, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലേക്കുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഹല്ലേലൂയ. വചനം, സ്നേഹം, ക്രിസ്തു എന്തിനു വേണ്ടിയിട്ട് ഉപകരിക്കുന്നു? പ്രബോധനം, ശാസനം, തെറ്റുതിരുത്തൽ, ഇതിനെല്ലാം ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന് നമ്മളെ പര്യാപ്തമാക്കുകയും ചെയ്യുന്നതാണ് സ്നേഹമെന്ന വചനം. ഹല്ലേലൂയ. ഈ വചനം പറയാണ്, നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം നീ താഴെ ഇറങ്ങി വരണം. നീ വിനീതനാകണം, എളിമപ്പെടണം. കർത്താവ് പറയുക, ആത്മാവിൽ എളിമയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നത്, നിനക്ക് ആത്മാവിൽ എളിമ ഉണ്ടാകണം, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എളിമയുടെ ഒരു തലത്തിലേക്ക് നമുക്ക് ഇറങ്ങി വരാൻ നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. നമ്മൾ എത്രമാത്രം ദൈവം മാനിച്ചോ, എത്രമാത്രം നമ്മൾ ഉയർത്തിയോ, ആത്മീയമായി ഉയർത്തിയോ, ഭൗതികമായി ഉയർത്തിയോ, യേശു കാണിച്ചു തന്ന മാതൃക നമ്മൾ
മറന്നു പോകരുത്. ദൈവമായിട്ട് അവൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ഭൂമിയിൽ മനുഷ്യാവതാരം ധരിച്ച് ഒരു മനുഷ്യനായി പിറന്ന് നമ്മുടെ ഇടയിൽ വന്ന് വസിച്ചിട്ട് തൻ്റെ ശിഷ്യൻ്റെ പാദങ്ങൾ കഴുകുന്നതിനായി മാറി. അതുപോലെ ആ സ്നേഹം നമ്മളോട് കാണിച്ചത് തൻ്റെ ക്രൂശിൽ തൻ്റെ ജീവൻ ബലിയായി നൽകി നമ്മളെ അവൻ വീണ്ടെടുപ്പുകാരനായി വന്ന് തൻ്റെ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയെടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അവൻ കാണിച്ചു തന്നതുപോലെ ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.